റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു സന്തോഷവും തരാതെ നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വറചട്ടിയിലിട്ട് എടുക്കുന്ന ഈ പരിപാടിക്കാണ് സ്നേഹം എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു നശിച്ച സ്നേഹം എന്ന് തന്നെ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നുള്ളതാണ്. എനിക്ക് നന്നാക്കാൻ പറ്റും, ഞാൻ കൂടെ നിന്ന് ഇയാളെ നന്നാക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ തോന്നുന്ന എന്തൊക്കെ വാർത്തകൾ കേട്ടാലും നീ എന്തായാലും ഡിവോഴ്സായി വന്നേക്കല്ലേ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പുരുഷന്മാരും ഉണ്ട്. കല്യാണം നടത്താൻ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ, വീടിൻ്റെ EMI അടയ്ക്കാൻ എന്നുള്ള തരത്തിൽ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയും മകൾക്ക് ഒരു പ്രണയമുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ വീട് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വാർത്തയും നമ്മൾ വായിച്ചതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം ആരും വെച്ച് നീട്ടും എന്നുള്ള പ്രതീക്ഷയ്ക്കില്ല ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞത് പുരുഷന്മാർ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ മകൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ലേബർ റൂമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 17ാമത്തെ വയസ്സിൽ ആൾ കണ്ട പെൺകുട്ടി അല്ല ഇന്ന് ഞാൻ. +2 കണ്ട എൻ്റെ സീനിയറായിട്ട് കണ്ട ആളേ അല്ല ഇന്നിപ്പം ഞാൻ കാണുന്ന ശ്രീകാന്ത്. പൊതുവേ പെൺകുട്ടികൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിവാഹത്തിനോട് ഭയം കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അവരുടെ ചുറ്റും നല്ല എക്സാമ്പിൾസ് ഇല്ല എന്നുള്ളതാണ്. പെൺകുട്ടി ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കര മോശമായിട്ടാണ്. ഇപ്പോൾ 16ഓ 17ഓ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടിയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതേ കുട്ടി 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലോ